ഹായ് ഫ്രണ്ട്സ്, അമ്മ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ രീതിയിലുള്ള കുരുമുളകിട്ട ചിക്കൻ കറിയാണ്. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് ഞാനിവിടെ 3 സവാള കനം കുറഞ്ഞ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക്, ഇഞ്ചി 1 കഷ്ണം, ചെറിയ ഉള്ളി 7 എണ്ണം, വെളുത്തുള്ളി 7 എണ്ണം. ചെറിയ ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ചിക്കനിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുരുമുളക് എത്ര സ്പൂണോ കുരുമുളക്? ഒരു 3-4 സ്പൂൺ ഇടാം. അടുത്തത് മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടി കുറച്ച് മതി, 1/4 ടീസ്പൂൺ. അടുത്തത് ഉപ്പ്. ഉപ്പ് കുറച്ച് നോക്കിയിട്ടല്ലോ ഇടണം. അടുത്തത് ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഗരം മസാല മറന്നു. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് നോക്കുക. കുറച്ച് മതി. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. അതിനിടയ്ക്ക് നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് ചതച്ചിട്ട് കൊണ്ടുവരാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി 2 നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക. ഇനി നമുക്ക് ഇഞ്ചിയും കൂടെ ഒന്ന് ചതച്ച് കൊടുക്കാം. ഇഞ്ചി കൂടി ചതച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. സ്റ്റവ് കത്തിക്ക്. പാത്രം അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വലിയ ഉള്ളി, ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പിടുക. ഉപ്പിടുക കുറച്ചിട്ടാൽ മതി. ചിക്കനും കൂടെ ഉപ്പ് ഇട്ടതുകൊണ്ട് കുറച്ച് നോക്കിയിടണം ഉപ്പ്.
അപ്പോൾ ഉള്ളി നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഒരു തക്കാളി, ഇതെല്ലാം നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി തീ വളരെ കുറച്ച് വെച്ചിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ ചിക്കൻ കറി എന്തായാലും നോക്കാം. മോളെ സംഭവം ഇതുമായിട്ടുണ്ട് കേട്ടോ. നല്ല മണമെല്ലാം വരുന്നുണ്ടല്ലേ. ഉപ്പൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയേ. എല്ലാം കറക്റ്റായിട്ടുണ്ട്. സംഭവം ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങയുടെ പാല് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളകിട്ട് വെച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.